കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തിരിച്ചടി. നോട്ടീസിന്മേലുള്ള തുടർ നടപടികൾ ഹൈക്കോടതി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ED നടപടിക്കെതിരെ കിഫ്ബി നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് കോടതി നടപടി. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റിന് ഉപയോഗിച്ചുവെന്നായിരുന്നു ED നോട്ടീസിലുണ്ടായിരുന്നത്. ഫെമ നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്നും ED സ്പെഷ്യൽ ഡയറക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കിഫ്ബി കോടതിയെ സമീപിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഭൂമി ഏറ്റെടുത്തത് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനമല്ലെന്നാണ് കിഫ്ബി വാദം. നോട്ടീസ് അയച്ചത് പ്രാഥമിക നടപടിയുടെ ഭാഗമാണെന്ന് ED പറഞ്ഞെങ്കിലും സ്റ്റേ വേണമെന്ന കിഫ്ബിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. സർക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കോടതി തീരുമാനിക്കട്ടെ എന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് പ്രതികരിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് പറയാൻ EDക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ സാക്ഷിയായിട്ട് റിസർവ് ബാങ്കിനെ വിളിച്ചു. റിസർവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നൽകി. അതിലും ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. ഒരു തീർപ്പുണ്ടാക്കി, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചു, നിങ്ങൾ ഹാജരാവണ്ട, ഇനി ഞങ്ങളുടെ അഡ്ജുഡിക്കേറ്ററുടെ മുന്നിൽ വന്ന് വിശദീകരണം നൽകണം എന്നും പറഞ്ഞൊരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നീതി ലഭിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ബാക്കി ഇനി കോടതി തന്നെ വിധിക്കട്ടെ എന്താന്നുള്ളത്. കിഫ്ബിയുടെ ഹർജിയിൽ EDക്ക് നോട്ടീസ് അയച്ച ജസ്റ്റിസ് VG അരുൺ കേസിൽ വിശദമായ വാദം കേൾക്കാമെന്നും സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ക്രിസ്മസ് അവധിക്ക് ശേഷം കിഫ്ബിയുടെ ഹർജി വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.